ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്ഞാനം കൊണ്ട് സാക്ഷാൽ സ്വാമി വിവേകാനന്ദനെ പോലും വിസ്മയിപ്പിച്ച മഹാനാണ് ചട്ടമ്പിസ്വാമികൾ. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന് ബുദ്ധിപരമായ അടിത്തറ നൽകാനും ജാതി ചിന്തയ്ക്കെതിരെ സമൂഹ മനസ്സാക്ഷിയെ ഉണർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരത്ത് ജനിച്ച അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിലാണ് വളർന്നത്. തൈക്കാട് അയ്യാഗുരുവായും സ്വാമി നാഥ ദേശികനുമായുമുള്ള പരിചയം വിജ്ഞാനത്തിൻ്റെ ഖനി തന്നെ അദ്ദേഹത്തിന് പകർന്നുകൊടുത്തു. ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അയിത്തം അടക്കമുള്ള അനാചാരങ്ങൾക്കെതിരെയും നായർ സമുദായത്തിലെ ദുരാചാരങ്ങൾക്കെതിരെയും പ്രവർത്തിച്ച സ്വാമികൾ പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. 1924 സമാധിയായി. ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയവരെ അഗാധമായി സ്വാധീനിച്ച ജ്ഞാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു തൈക്കാട് അയ്യാഗുരു. 1814 ജനിച്ച അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് സുബ്രഹ്മണ്യം എന്നായിരുന്നു. കൗമാരത്തിലെ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം ഒട്ടേറെ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. തിരികെ എത്തിയപ്പോൾ ശിവരാജയോഗി അയ്യാസ്വാമികൾ എന്ന പേര് സ്വീകരിച്ചു. ഹഠയോഗമടക്കമുള്ള മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം. എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ വിളിച്ചുകൂട്ടി അദ്ദേഹം നടത്തിയ പന്തിഭോജനങ്ങൾ സവർണരെ പ്രകോപിക്കുകയുണ്ടായി. ജാതി വ്യവസ്ഥയുടെ പൊള്ളത്തരത്തെ അദ്ദേഹം തുറന്ന് എതിർത്തു. ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലായിരുന്നില്ല ഗുരുവിന്. സന്യാസം. തൈക്കാട് റെസിഡൻസി ഗസ്റ്റ് ഹൗസിൻ്റെ സൂപ്രണ്ടായും ജയിലറായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ജാതി വ്യവസ്ഥയാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണമെന്ന് അദ്ദേഹം കരുതി. വിഗ്രഹാരാധനയും അദ്ദേഹം എതിർത്തു. 1909 അയ്യാഗുരു സമാധിയായി.